ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള പാക് ശ്രമത്തിന് വീണ്ടും തിരിച്ചടി. ഇന്ത്യയുമായി എല്ലാ മേഖലകളിലുമുള്ള ചർച്ചകൾക്ക് പാകിസ്ഥാൻ തയ്യാറാണെന്ന നിർദ്ദേശമാണ് ഇന്ത്യ തള്ളിയിരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ ഭീകരവാദം ഒഴിവാക്കിയുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വൃത്തങ്ങൾ വ്യക്തമാക്കി. സമഗ്ര മേഖലയിൽ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നിർദ്ദേശമാണ് ഇന്ത്യ തള്ളിയത്. ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാൻ നിലപാട് ഇന്ത്യയെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. പാക് മണ്ണിൽ നിന്നും ഭീകരവാദത്തെ തുടച്ചു മാറ്റാതെ മറ്റൊരു തരത്തിലുമുള്ള ചർച്ചയ്ക്കും ഇന്ത്യ ഒരുക്കമല്ലെന്നാണ് ഇന്ത്യ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം നയതന്ത്ര തലത്തിൽ ഭീകരവാദമൊഴികെയുള്ള ഒരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറുമില്ല എന്ന് ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചിട്ടുമുണ്ട്. പാക് പ്രധാനമന്ത്രിയുടെ ആവശ്യം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറും ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചകൾ സേനകൾ തമ്മിൽ മതിയെന്ന തീരുമാനത്തിലാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നു എന്ന പേര് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിവരുന്നത്. സിന്ധു നദീജല കരാർ പിൻവലിച്ച തീരുമാനത്തിൽ നിന്നും ഇന്ത്യ പിന്നോക്കം പോയിട്ടില്ല. ജലപാതയിൽ ഇന്ത്യ പുതിയ ഡാമുകൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലുമാണ്. അതേസമയം ഇന്ത്യ പാക് അതിർത്തിയിൽ വെടിനിർത്തൽ ഞായറാഴ്ച വരെ തുടരാനും ധാരണയായിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.